ഗുഡ് മോർണിംഗ് എവരിബഡി. പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം. യു ആർ ലിസ്ണിംഗ് ടു വെരി പവർഫുൾ മെസ്സേജ് അബൌട്ട് ദ കിങ്ഡം ഓഫ് ഗോഡ്. ഫാദർ യുവർ കിങ്ഡം കം എന്നും പ്രാർത്ഥിക്കുന്നുണ്ടോ? അങ്ങനെ കർത്താവേ, സ്വർഗപിതാവേ, അങ്ങയുടെ രാജ്യം സ്ഥാപിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 9, 10 അങ്ങനെ പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. നമ്മളെന്നും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. എന്നാന്ന് ചോദിച്ചാൽ ലോകത്തിലെ യുദ്ധങ്ങളാണ്, ലോകത്തിലേക്ക് പ്രോബ്ലമാണ്, എല്ലായിടത്തും എന്നാ പറയുന്നത്, ചീറ്റിംഗ് ആണ്, എല്ലാവരും പാപം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, വിക്കഡായിരിക്കുകയാണ്. വെരി ബാഡ് കിങ്ഡം, അൺസേഫ് ടു ലിവ്. എർത്തിലി കിങ്ഡം ഈസ് വെരി അൺസേഫ് ടു ലിവ്. എപ്പോഴാണ് ആൾക്കാർ ഇവിടുന്ന് മരിച്ചു പോണത്, എപ്പോഴാണ് ആക്സിഡൻറ്റ്, എപ്പോഴാണ് സുനാമി, എപ്പോഴാണ് ഭൂകമ്പം, എപ്പോഴാണ് ഫ്ലഡ്, ഇതെല്ലാം ഒന്നും അറിയില്ല. യുദ്ധം എപ്പോഴാണ്, 3-ാം ലോകകാലത്ത്, ഇതൊന്നും നമുക്കറിയില്ല. പക്ഷേ നമ്മൾ ചെയ്യാവുന്ന എല്ലാം കർത്താവിന് വേണ്ടി ചെയ്യുക, പ്രാർത്ഥിക്കുക, ദൈവരാജ്യം വരണമേ, പ്രവർത്തിക്കുക, ദൈവരാജ്യത്തിന് വേണ്ടി ഓടുക, ചെയ്യാവുന്ന എല്ലാം കർത്താവിന് വേണ്ടി ചെയ്യുക. സമയം വേസ്റ്റ് ചെയ്തിട്ട് സമയം തക്കത്തിന് എല്ലാവരും ഉപയോഗിക്കണം എന്നാണ് നിങ്ങൾ കേൾക്കുന്നത്. പിന്നെ ദൈവരാജ്യം മാത്രം അന്വേഷിക്കണം എന്ന്. ഈ 3 കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇന്നലെ നിങ്ങൾ കേട്ടല്ലോ. എൻ്റെ രാജ്യം ഈ ലോകത്തിൻ്റെ അല്ല എന്ന് യേശു പറഞ്ഞു. നമ്മളും പറയണം, ഐ ഡോണ്ട് ബിലോങ് ടു ദിസ് വേൾഡ്, ഐ ഡോണ്ട് ബിലോങ് ടു ദിസ് കിങ്ഡം, മൈ നെയിം ഈസ് റിട്ടൺ ഇൻ ദ കിങ്ഡം ഓഫ് ഹെവൻ, മൈ നെയിം ഈസ് റിട്ടൺ ഇൻ ദ ബുക്ക് ഓഫ് ദ ലാംബ് ഓഫ് ഗോഡ്. ജീവൻ്റെ പുസ്തകത്തിൽ എൻ്റെ പേര് എഴുതിയിട്ടുണ്ടെന്ന് എത്ര പേർക്ക് നിശ്ചയതയുണ്ട്? അങ്ങനെയുള്ളവരെ പ്രൊമോഷനുണ്ട്. അങ്ങനെയുള്ളവർ മരിച്ചു കഴിയുമ്പോൾ അവിടെ പോകും, സ്വർഗത്തിൽ, നരകത്തിൽ പോകുകയല്ല. അത് യേശു പറഞ്ഞല്ലോ. ഞാൻ വന്നത് 1 John chapter 3:8 Jesus said, I have come to destroy the work of the devil, I have come to destroy the kingdom of the devil. അല്ലേ? സാത്താൻ്റെ എല്ലാ പ്രവൃത്തികളെയും അഴിക്കാൻ വേണ്ടി ഞാൻ വന്നു, സാത്താൻ്റെ രാജ്യം നശിപ്പിക്കാൻ വേണ്ടി ഞാൻ വന്നു. കിങ്ഡം ഓഫ് ഹെവൻ, കിങ്ഡം ഓഫ് ഗോഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയാണ് യേശു വന്നത്. അപ്പോൾ ആ കിങ്ഡം ഓഫ് ഗോഡിൽ ഉള്ളവരെവിടെ പോകും, കിങ്ഡം ഓഫ് ഗോഡിൽ ഇല്ലാത്തവരെവിടെ പോകും എന്ന് നമുക്ക് നോക്കാം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ യേശു പറയാണ്, this is Jesus is telling, okay, so Jesus is telling that surely I say to you, 11-ാം വാക്യം, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രാഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിയിരിക്കും എന്ന്. അപ്പോൾ അവരെല്ലാം സ്വർഗത്തിലുണ്ട് കേട്ടോ. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എല്ലാവരും സ്വർഗത്തിലുണ്ട്. അവരോടുകൂടി നമ്മൾ പന്തിയിരിക്കുന്നു. അവരൊക്കെ എന്ത് ദൈവഭക്തന്മാരാണ് അല്ലേ, ദൈവം തിരഞ്ഞെടുത്തവരാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ദൈവം നമുക്ക് ഒരു പ്രിവിലേജ് തരികയാണ് അവരോട് കൂടെ ഇരിക്കാനായിട്ട്. സോ surely I say to you, many will come from east and west. They sit down with Abraham, Isaac and Jacob in the kingdom of heaven. അപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്ന ഈ കിങ്ഡത്തിന് വേണ്ടി, സ്വർഗരാജ്യത്തിന് വേണ്ടി ജീവിക്കുന്നവർ ഇപ്രകാരം സ്വർഗത്തിൽ ഇരിക്കും. 2-ാമത് നോക്ക്, 12th verse. രാജ്യത്തിൻ്റെ പുത്രന്മാരോ, അതായത് സാത്താൻ്റെ രാജ്യത്തിൻ്റെ പുത്രന്മാരോ ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്ക് തള്ളിക്കളയും, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, യേശു പറഞ്ഞു. സോ ബട്ട് ദ സൺസ് ഓഫ് ദ കിങ്ഡം ഓഫ് ദ ഡെവിൾ വിൽ ബി കാസ്റ്റ് out into outer darkness. They will be weeping and gnashing of teeth. You know that heaven is such a glorious, beautiful place. ആർക്കും എക്സ്പ്ലെയിൻ ചെയ്യാത്ത വിധം അത്രയ്ക്ക് ഒരു സ്വർഗം അങ്ങനത്തെ ഒരു സ്ഥലമാണ്. നമ്മളത് വിശ്വാസത്തിൽ കാണുകയാണ്. കുറേ പേര് പോയിട്ടുണ്ട് അവിടെ, യേശു കാണിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷേ യേശു പറഞ്ഞു ദൈവപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല എന്ന്. അപ്പോൾ വേറെ ആര് കയറിയിട്ടുള്ള അറിയില്ല. പൗലോസ്ലിയ 7-ാം സ്വർഗം വരെ എടുത്തു. അങ്ങനെ പൗലോസ്ലിയായിക്ക് ഒരു ദർശനം അങ്ങനെ ദൈവം കൊടുത്തു, സ്വർഗീയ ദർശനം. അപ്പോൾ സ്വർഗം ഭയങ്കര മനോഹരമാണ്. പിന്നെ അപ്പോസ്തലനായ യോഹന്നാൻ അത് പത്മോസ് ദ്വീപിലേക്ക് അവർ എക്സൈൽ ചെയ്തു. അങ്ങനെ കടത്തിവിട്ടപ്പോൾ അവിടെ നിന്ന് ദർശനം കിട്ടിയതാണ്. വെളിപ്പാട് മുഴുവൻ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവുമെന്നറിയില്ല. ഞാൻ സെക്കൻഡ് കമ്മിങ് ബുക്ക് എഴുതിയിട്ടുണ്ട്, അത് മലയാളത്തിലും ഉണ്ട്. യേശു വീണ്ടും വരുന്നു, താങ്കൾ ഒരുക്കമോ, താങ്കൾ ഒരുങ്ങിയിട്ടുണ്ടോ, ജീസസ് ഈസ് കമ്മിങ് സൂൺ, ആർ യു റെഡി എന്നൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും വായിക്കണം. റെവലേഷനും ഡാനിയലിൻ്റെ പുസ്തകം പഠിച്ചിട്ട് ഞാൻ എഴുതിയതാണ്.
അപ്പോൾ ഇതേപ്പറ്റി എഴുതിയിട്ടുണ്ട്, ദ ബ്യൂട്ടി ഓഫ് ദ ഹെവൻ ആൻഡ് ദ ഹൊറർ ഓഫ് ഹെൽ. ഇത് രണ്ടും എന്നും ചിന്തിച്ചാൽ നല്ലതാണ്. സോ എവറി ഡേ വി മസ്റ്റ് തിങ്ക് ദ ബ്ലെസ്സഡ്നെസ് ഓഫ് ഹെവൻ ആൻഡ് ദ ഹൊറർ ഓഫ് ഹെൽ. ബിക്കോസ് ഇറ്റേണിറ്റിയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്കറിയില്ല എപ്പോഴാണ് നമ്മുടെ ജീവിതം ഇവിടെ അവസാനിക്കുന്നത്. നിമിഷികമാണ്. ഒരുത്തനും ദൈവത്തിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മുടെ ജനനോ നമ്മുടെ യു ഹാവ് വാട്ട് ഈസ് എ എക്സ്പയറി ഡേറ്റ് അല്ലേ? എക്സ്പയറി ഡേറ്റ് ഇല്ല എല്ലാത്തിനും, എല്ലാ വസ്തുവിനും. അതുപോലെ നമുക്കൊരു എക്സ്പയറി, എത്ര ദിവസങ്ങളാണോ, എത്ര വർഷങ്ങളാണ്, മാസങ്ങളോ, അതെല്ലാം അവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. എസക്കിയുടെ അങ്ങനെ എഴുതി വെച്ചപ്പോൾ എസക്കിയ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്കൊരു 15 വർഷം കൂടെ നീട്ടിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ എസക്കിയായ്ക്ക് ദൈവം നീട്ടിക്കൊടുത്തു 15 വർഷം. അപ്പം നമുക്കും ദീർഘായുസ് വേണമെങ്കിൽ ദൈവത്തിന് വേണ്ടി ഉപയോഗമുള്ളവരെ മാത്രമേ ദൈവം ഇവിടെ ആക്കിയിട്ടുള്ളൂ. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ, ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ, ദൈവത്തിന് വേണ്ടി ഒരു ഫലം കായ്ക്കുവാൻ, മറ്റുള്ളവരെ സഹായിക്കുവാൻ, മറ്റുള്ളവർക്ക് ഒരു ഉപകാരമായിരിക്കുവാൻ, അങ്ങനെയുള്ളവരെ മാത്രമേ ദൈവം ഇവിടെ ആക്കിയിരിക്കുകയുള്ളൂ. അല്ലാത്തവരെ അവരുടെ പണി കഴിഞ്ഞു, ചിലപ്പോൾ ദൈവം അങ്ങോട്ട് വിളിക്കും, ചിലരുടെ പണിയൊക്കെ കഴിഞ്ഞു, they finish their work here, maybe I have more work to do here. അതുകൊണ്ട് ദൈവം എനിക്ക് ദീർഘായുസ് തന്ന് എന്നെ ഇവിടെ ആക്കിയിരിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരെയും. അപ്പം നമ്മൾ ഈ സ്വർഗരാജ്യം ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കണം. ഏറ്റവും പ്രാധാന്യത നമുക്കവിടെ എങ്ങനെയും എത്തണം. പൗലോസ്ലിയ ഇത്രയും വലിയ വിശുദ്ധമാണ്, ഒത്തിരി ദർശനങ്ങൾ കണ്ടതാണ്, സ്വർഗത്തിലേക്ക് എടുത്തൊക്കെയാണ് പൗലോസ്ലിയ. അങ്ങനെയുള്ള ആൾ പറയാണ്, എനിക്ക് എങ്ങനെയെങ്കിലേ വല്ല വിധേനയും ഐ ഹാവ് ടു ബി പാർട്ടേക്കർ ഓഫ് ദ റെസറക്ഷൻ ഓഫ് ദ സെയിൻസ് എന്ന്. എങ്ങനെയെങ്കിലും അവിടെ എത്തണം, എങ്ങനെയെങ്കിലും ഈ വിശുദ്ധന്മാരുടെ കൂടി എനിക്കൊന്ന് പുനരുദ്ധരിക്കണം. അങ്ങനെയാണ്. സോ ഐ ഹാവ് ടു റെസറക്റ്റ് വിത്ത് എന്നാണ് പറയുന്നത്. അന്ത്യനാളിൽ നമുക്ക് പുനരുത്ഥാനം വരില്ല. അന്നേരം പറയുകയാണ്, എനിക്കും അങ്ങനെ ഒരു അവസരം വരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പൗലോസ്ലിയ. അപ്പം നമ്മൾ എന്തുമാത്രം അത് പ്രാർത്ഥിക്കണം, എന്തുമാത്രം നമ്മൾ ഫോക്കസ് ചെയ്യണം, എത്ര ഹോളി ആയിരിക്കണം, എത്ര ഫിയർ ഓഫ് ഗോഡിൽ. യു ഹാവ് ടു വാക്ക് ഇൻ ഹോളിനെസ്, വാക്ക് ഇൻ ദ ഫിയർ ഓഫ് ഗോഡ് ഇഫ് യു ആർ ദ ചിൽഡ്രൻ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. നമ്മൾ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ പുത്രിമാരും ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതുപോലെയുള്ള ജീവിതം, അതുപോലെയുള്ള സ്റ്റാൻഡേർഡ്, അതുപോലെ അനുസരിച്ച് ദൈവവചനം, അതാണ് ദൈവവചനമാണ്, ദൈവമാണ് ദൈവവചനം. അപ്പോൾ അതനുസരിച്ച് ജീവിച്ചാൽ നമുക്കവിടെ സീറ്റ് ഉണ്ടാകും. അതർവൈസ് ദർ വിൽ ബി നാഷിങ് ഓഫ് ടീത്ത്, വീപ്പിംഗ്, അവിടെ കരച്ചിലും പല്ലുകടിയും ഭയങ്കരമായിട്ട് ഗ്രോനിങ്, വീപ്പിംഗ്, വെയിലിംഗ് എല്ലാം ഉണ്ടാകുമെന്നാണ് യേശു പറഞ്ഞത്. അത് പിന്നെയും അത് യേശു പറയുന്നുണ്ട് 3-4 പ്രാവശ്യം മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ദൈവരാജ്യത്തിന് വേണ്ടി എത്ര പേർ, ദൈവമേ എന്നെ അതിനു വേണ്ടി ഒരുക്കണമേ, കർത്താവിൻ്റെ രാജ്യത്തിന് വരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ സഹായിക്കണം, ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കാൻ എന്നെ സഹായിക്കണം, ദൈവമേ അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ എന്നെയും ഉപയോഗിക്കണമേ. ഇന്ന് മുതൽ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് എന്നെ ലീഡ് ചെയ്യണമേ. ഹോളി സ്പിരിറ്റ് വിൽ ലീഡ് യു ഡിയർ ഫ്രണ്ട്സ്. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൂടെ ഒരു പാർട്ട്ണറായിട്ട് ദൈവം തന്നേക്കുവാണ്. നമ്മുടെ ഫ്രണ്ട് കൂടെ കൈ പിടിച്ച് നടക്കുകയാണ്. ചിലപ്പോൾ ഞാൻ കൈ മുറുക്ക പിടിക്കും, ഞാൻ ഈ മെസ്സേജൊക്കെ പറഞ്ഞിട്ട് ഹൈ ഫൈവ് വരെ, അങ്ങനെ ഒരു ഫ്ലൈയിങ് കിസ് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ബന്ധം, ദൈവവുമായിട്ടുള്ള ബന്ധമാണത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എങ്ങും ദൂരെയല്ല, നമ്മളിലുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 14:23, ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് ഈസ് ഇൻ മീ, ഹീസ് എംപവറിങ് മീ. ഹീസ് ഫിസിക്കൽ ബോഡിയിലുള്ള വീക്ക്നെസ് അതെല്ലാം നമുക്ക് മറന്നു പോകാം, അതെല്ലാം ദൈവം മാറ്റിത്തരും. നിങ്ങളുടെ രോഗമെല്ലാം മാറ്റിത്തരും. ഒന്ന് ഫോക്കസ് ചെയ്താൽ മതി. ദൈവമേ അങ്ങയുടെ രാജ്യം മതി, സ്വർഗീയ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ രാജ്യം ഞാൻ അന്വേഷിക്കാം, അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി ഞാൻ ജീവിക്കും എന്ന് എത്ര പേർ തീരുമാനമെടുക്കുന്നു? അങ്ങനെയുള്ള ഒരു കർത്താവേ എന്നെ അതിന് ബലപ്പെടുത്തണമേ, എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ അതിനുവേണ്ടി അങ്ങയുടെ ഒരു പാത്രമായിട്ട് അങ്ങയുടെ കാര്യത്തിൽ എന്നെ ഉപയോഗിക്കണമേ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.